ഇടുക്കി ഗ്രാമ്പിയിലെ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. രാത്രിയിലെ വനവകുപ്പിന്റെ നിരീക്ഷണം പാളി. വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നുപോകുന്നതല്ലാതെ കടുവയെ പിടിക്കാൻ നടപടിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി പോകണ്ടേ, പണിക്കൊക്കെ പോകണ്ടേ, വലിയ ബുദ്ധിമുട്ടല്ലേ. പിള്ളേരുമുണ്ട്, സ്കൂൾ പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് പെരിയാർ പോകണം, നൈറ്റൊക്കെ ഇറങ്ങാൻ പറ്റിയല്ല. நீண்டு போகிறீங்க, அதனால் கூடிய சீக்கிரம் நீங்கள் பிடிக்கணும். பிடிச்சி இதுக்கு ஒரு தீர்மானம் எடுக்கணும். நீங்கள் எடுக்காமல் இருந்தால் சரியாகாது. போகிறாங்க, ஏன்னா வந்து அதை பிடிச்சாதான் சரியாக வரும். நேற்றுலாம் இருந்துச்சு, நேற்று வந்தாங்க, இங்கே இருந்து அதை பிடிக்கணும்ல, போய் பிடிச்சாதான் சரியாக வரும். சின்ன சின்ன பிள்ளைகளுக்கு பக்கத்தில் வீடுகள் இருக்குது. ഇത് പിടിക്കണം, എങ്ങനെയും പിടിക്കണം. ഇത് ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്കൊക്കെ പണിക്ക് പോകുന്ന ഫാക്ടറി 6 മണിക്കൊക്കെ പണിക്ക് പോകുന്നുണ്ട്. മൂടൽമഞ്ഞ് നിരീക്ഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ പറഞ്ഞു. സ്പെസിഫിക് ലൊക്കേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല മിസ്റ്റും കാര്യങ്ങളും ഉണ്ട്, ചെറിയ മൂവ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് ട്രാക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ ട്രാങ്കുലൈസിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ മെത്തേഡ്. അപ്പോൾ നമ്മൾ എപ്പോൾ അതിനെ കാണുന്നു ആ ടെറൈൻ നമ്മൾ നോക്കി കൃത്യമായിട്ട് സജ്ജീകരണങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ടെത്തുന്നു അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിടത്തോളം വീക്കാണെന്ന് പറയുള്ളൂ. അത് എത്രത്തോളം മോശമാണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയിട്ടില്ല. ചെറിയ മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി വണ്ടിപ്പെരിയാറിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇപ്പോൾ ഈ ദൗത്യത്തിനൊരു അനിശ്ചിതത്വം നേരിട്ടിരിക്കുന്ന സാഹചര്യം? നേരത്തെ തന്നെ കടുവ ആവശ്യനാണ്, അധിക ദൂരം നടക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ വനംവകുപ്പ് തന്നെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ നിരീക്ഷണ പരിധിയിൽ തന്നെ ഉണ്ടോ കടുവ, രാഹുൽ? റിജിത്ത്, ഈ ദൗത്യം അനിശ്ചിതത്വത്തിൽ എന്ന് പറയാൻ കാരണം ഈ കടുവയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മയക്കുവെടി വെക്കണമെങ്കിൽ കടുവയെ കണ്ടെത്തണമല്ലോ, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ട് പ്രത്യേക സംഘം, എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിരീക്ഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ നിരീക്ഷണം അത്ര കാര്യക്ഷമമായി നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഓരോ അരമണിക്കൂറിലും നിരീക്ഷിക്കും, ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ കടുവ എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നേനെ. അങ്ങനെ സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, ഈ കടുവയെ ഇവിടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് ഇന്നലെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആരോഗ്യസ്ഥിതി മോശമുള്ള കടുവയെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അങ്ങനെയുള്ള നിരീക്ഷണം കൃത്യമായിട്ട് നടക്കാത്തതിൽ നാട്ടുകാർക്കും വലിയ പ്രതിഷേധമുണ്ട്, പരാതിയുണ്ട്. അതാണ് നമ്മൾ ആദ്യം കേൾക്കുകയും ചെയ്തത്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട്, ഒരാഴ്ചയായിട്ട് ഇത് ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇവിടുത്തെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ജോലിക്ക് പോലും പോകാൻ പറ്റാതെ നിൽക്കുന്നവരാണ്. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളാണ്. അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ജോലികളൊന്നും തന്നെ നടക്കുന്നില്ല. അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടും പ്രതിഷേധത്തിനും ഇടയാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ വന്നു പോകുന്നതല്ലാതെ, എല്ലാ ദിവസവും വരുന്നു, ഇന്നലെയും മയക്കുവെടി വെക്കുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും പോകുന്നില്ല. അതെന്തുകൊണ്ടെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നമുക്കും ഇവരോട് ചോദിക്കുമ്പോൾ അത്തരം ഒരു പ്രതിഷേധത്തിന്റെ സ്വരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുകയും ചെയ്യുന്നത്. നിലവിൽ എന്തായാലും ഈ മേഖലയിൽ കടുവയുണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് വനംവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഇവർ നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ആ കടുവയെ ഏത് മേഖലയിലേക്ക്, അത് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് ആദ്യമേ തന്നെ പറയുന്നു. അതിൻ്റെ കാലിന് വലിയ പരിക്കുണ്ട്, അധിക ദൂരം സഞ്ചരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് കടുവ ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അതെങ്ങോട്ട് പോയി എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ മയക്കുവെടി വെക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ അത്തരമൊരു അനിശ്ചിതത്വം ഇവിടെ തുടരുകയാണ്. അതിനാണ് ഈ നാട്ടുകാർക്ക് ഒരു പ്രതിഷേധം ഉള്ളത് താനും. എന്തായാലും വനംവകുപ്പാണ് ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടത്. അത്തരമൊരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നുമില്ല. ശരി, രാഹുൽ വിജയൻ വണ്ടിപ്പെരിയാറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.